യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 33-ാം വാക്യം മുതൽ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ഇത് എല്ലാ ക്രിസ്തു അനുയായികൾക്കും വേണ്ടിയുള്ള ഒരു വചനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് കറയില്ലാത്ത അന്ധകാരമില്ലാത്ത മനുഷ്യരായി തീരുക എന്നുള്ള പ്രക്രിയയാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ നമ്മിലെ അന്ധകാരം നമ്മെ വിട്ടുപോകുന്നു. നമ്മിലെ അന്ധകാരം വെളിച്ചമായി മാറുന്നു. ക്രമേണ സൂര്യൻ്റെ വെളിച്ചത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ കളങ്കമില്ലാത്തവരായി നമ്മളെല്ലാവരും പ്രകാശം ചൊരിയുന്നവരായി ആകുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ ഇരുളുള്ളവർ എപ്പോഴും എല്ലാത്തിനെയും വിമർശിച്ച് അങ്ങനെ കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് വിദ്വേഷത്തിലും അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലും ഒക്കെ ഇങ്ങനെ അന്ധകാരത്തിൽ നടക്കുന്ന ജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്കാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം ഏറ്റവും കൂടുതൽ ആവശ്യം. ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഞാൻ പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പക്ഷേ ആ രോഗി ക്രിസ്തുവിൻ്റെ പ്രകാശം തേടുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ പ്രകാശം കൊട്ടിയടയ്ക്കുകയാണെങ്കിൽ ആർക്ക് അവനെ സഹായിക്കാൻ സാധിക്കും? അപ്പോൾ വീണ്ടും ഐസയ്യ 6:9 അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാവുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക.
വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യം മുതൽ, അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും കേട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഏറ്റവും എളിമപ്പെടുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. പക്ഷെ ഇന്നലെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാനൊരു 3 പേരെ കണ്ടു. അന്ധകാരത്തിൽ വസിക്കുന്നവർ. അപ്പം ഞാൻ അവരോട് ഒറ്റയ്ക്കാണ് 1-to-1 ആയിട്ട് പറയാം. പള്ളി പോയി കുർബാന കഴിപ്പുള്ളു, അപ്പോൾ എല്ലാം ശരിയാകും. എല്ലാത്തിനോടും വിദ്വേഷം, എല്ലാത്തിനോടും അമർഷം. ഇതിനകത്ത് ഒരാൾ പറയുന്നത് അയാള് നശിച്ചിരിക്കുകയാണ്, സാമ്പത്തികമായും ആധ്യാത്മികമായും നിരാശയിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന ഒരാള് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് പള്ളിയിൽ പോയി, പള്ളിയൊക്കെ വരുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ കുറെ നാളായി കണ്ടിട്ട്, വീണ്ടും പള്ളിയിലേക്ക് വാ, ഒന്ന് കുമ്പസാരിക്ക്, വിശുദ്ധ കുർബാന പങ്കെടുക്ക്, വിശുദ്ധ കുർബാന സ്വീകരിക്ക്, അപ്പൊ എല്ലാം ഒന്ന് ഉഷാറാവും. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾക്ക് ദൈവം എന്താണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. വേറൊരാള് ഭയങ്കര അവശ്യതയിലാണ് അവിടെ ഇരിക്കുന്നത്, നിരാശയിലാണ്, മരണഭയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ എല്ലാത്തിനോടും പുച്ഛം, എല്ലാത്തിനോടും ഒരു നിഷേധഭാവം. വേറൊരാള് ദിവസവും പള്ളി വരുന്ന ആളാണ്, പക്ഷെ പരദൂഷകൻ. ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളാണ്, പക്ഷെ എല്ലാത്തിനെയും കളിയാക്കി പരദൂഷണത്തിന്റെ ഉസ്താദായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, അവർ കാണും എന്നാൽ മനസ്സിലാവുകയില്ല, കേൾക്കും മനസ്സിലാവുകയില്ല എന്നൊക്കെ പറഞ്ഞത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചായിരിക്കും. അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു, ഹൃദയ കാഠിന്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അതേസമയം കർത്താവ് പറയുന്നു, ക്രിസ്തുവിനെ മനസ്സിലാക്കിയവർ, ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിച്ചവർ, അവർ അനുഗ്രഹീതർ. ഒത്തിരി ആളുകൾ ഇത് കാണുവാൻ ആഗ്രഹിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടെങ്കിൽ നന്ദി പറയുവിൻ, കാരണം നിങ്ങൾ
തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഒത്തിരി ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചു പോയി, കഠിനപ്പെട്ടു പോയി. അപ്പം നമുക്ക് യഥാർത്ഥ ക്രിസ്തു അനുയായികളായി എളിമയെ മുറുകെ പിടിച്ചുകൊണ്ട്, അനുസരണയെ മുറുകെ പിടിച്ചുകൊണ്ട്, സിദ്ധാന്തങ്ങളിൽ നിന്ന് സിദ്ധാന്തങ്ങളിലേക്ക് ചാടി പോകാതെ ക്രിസ്തുവിനെ ജീവന്റെ നാഥനായി ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിക്കാം, ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാം, ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കാം. അപ്രകാരം എപ്പോഴെങ്കിലും നമുക്ക് ക്രിസ്തുവാകാം. അവനെ, പാപമില്ലാത്തവനെ പാപിയാക്കി വിധിച്ച് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മധ്യേ കുരിശിലേറ്റുമ്പോൾ പോലും ഒരു വാക്കുപോലും മറുത്തു പറയാത്തവനാണ് നമ്മുടെ കർത്താവ്. അവനെയാണ് നമ്മൾ അനുഗമിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അപ്രകാരമുള്ള ഒരുവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിഡ്ഢികളാകുമെങ്കിലും നമുക്ക് മനസ്സിലാകും ഈ ലോകത്തെ സ്നേഹിക്കുന്നത് വിഡ്ഢിത്തമാണ്. എന്തെന്നില്ലാത്ത സമാധാനവും ശാന്തിയും ചിലപ്പോൾ ഐശ്വര്യവും കർത്താവ് നമുക്ക് കൽപ്പിച്ച് അനുഗ്രഹിച്ച് നൽകും. അതാണ് യഥാർത്ഥ ക്രിസ്തീയത. നിധി കണ്ടവൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അനുദപിച്ച് വീണ്ടും ശിശുക്കളെ പോലെ നമ്മൾ ആയില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിന് അർഹരല്ല. ഇപ്പോൾ ശിശുവാകുന്നവന് അഹങ്കാരമില്ല, അഹന്തയില്ല. അവൻ അന്ധമായി മാതാപിതാക്കളെ ആശ്രയിച്ചാണ് അവൻ ജീവിക്കുന്നത്. അതുപോലെയുള്ള ഒരു ശരണം നമുക്ക് കർത്താവിൽ ഉണ്ടാകട്ടെ. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിറയുവാനായി നമുക്ക് ദാഹിക്കാം. നമ്മിലെ അന്ധകാരം അവൻ മാറ്റട്ടെ. അവൻ്റെ പ്രകാശത്താൽ നമുക്കും ജ്വലിക്കാം, നമുക്കും പ്രകാശമാകാം. ആമേൻ.